ഞാൻ അനുശ്രീ. ഏഹ് എൻ്റെ അമ്മൂമ്മയുടെ പേര് സരോജിനി എന്നാണ്. എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ ജീവിതത്തിലുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ടാണ് ഇത് ചെയ്യണത്. എൻ്റെ അച്ഛമ്മ എന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ഉള്ളത് എൻ്റെ അമ്മൂമ്മയാണ്. അപ്പം അമ്മൂമ്മേൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് പങ്കുവയ്ക്കുന്നത്. അമ്മൂമ്മ ജനിച്ചത് എവിടെയാണ്? ഞാൻ ജനിച്ചത് കൊറ്റനല്ലൂര്. അമ്മൂമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേരെന്തായിരുന്നു? അച്ഛൻ്റെ പേര് മാധവൻ, അമ്മയുടെ പേര് ലക്ഷ്മി. ലക്ഷ്മി. അവരൊക്കെ നിങ്ങളാകെ വീട്ടിലാകെ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 മക്കളായിരുന്നു. നിങ്ങൾക്ക് അപ്പൊ അമ്മയ്ക്ക് അച്ഛനൊക്കെ എന്തായിരുന്നു ജോലി? അച്ഛന് കൂലിപ്പണിയായിരുന്നു, അമ്മയും കൂലിപ്പണിക്ക് പോവുമായിരുന്നു. അപ്പൊ കുഞ്ഞിലെ അമ്മയും അച്ഛനും ഒക്കെ ഇല്ലാത്തപ്പോ എങ്ങനെയായിരുന്നു അവിടെ? ഞങ്ങൾ 7 മക്കളായിരുന്നു. അതിൽ മൂത്ത ചേച്ചി മരിച്ചു, പിന്നെ എന്നെ താഴെ ഒരു ആങ്ങളയും മരിച്ചു. പിന്നെ ഞാൻ കിടാങ്ങളെ നോക്കും. അവർ പണിക്ക് പോകുമ്പോൾ കിടാങ്ങളെയൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അമ്മൂമ്മ പണിക്ക് പോയി തുടങ്ങിയത് എത്ര വയസ്സിലാണ്? 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പണിക്ക് പോയി. എവിടെയാണ് അമ്മമ്മ പഠിച്ചത്? പഠിച്ചത് പള്ളി സ്കൂളിൽ, കൊച്ചനല്ലൂർ തന്നെയുള്ള പള്ളി സ്കൂളില്. വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. പിന്നെ അമ്മമ്മ എന്തൊക്കെ പണിക്ക് പോയിട്ടുണ്ട്? ഞാൻ ഞാറ് പറിക്കാൻ പോയിട്ടുണ്ട്, നടാൻ പോയിട്ടുണ്ട്, പുല്ല് പറിക്കാൻ പോയിട്ടുണ്ട്, കൊയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാണ്ടായിപ്പോൾ നാളികേരം വെട്ടാൻ പോയി, കൊപ്പര അഴിക്കും, അങ്ങനെയുള്ള പണിക്കൊക്കെ പോയിട്ടുണ്ട് കൂലിപ്പണിയായിട്ട്. പായ നെയ്യും. പിന്നെ ആ സമയം എങ്ങനെയായിരുന്നു? നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ? അതെ, നല്ല സുഖമായിരുന്നു. എല്ലാവരും കൂടി ആയിരിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു. നല്ല തമാശയും കളി വിശേഷം പറയലൊക്കെ പാടിയായിരുന്നു എല്ലാവരും കൂടി കൂടുമ്പോൾ. പിന്നെ അമ്മാമ്മയുടെ കല്യാണം എത്ര വയസ്സിൽ കഴിഞ്ഞ്? എൻ്റെ കല്യാണം 24ാമത്തെ വയസ്സിൽ. അമ്മൂമ്മക്ക് അവിടെ കൂട്ടുകാര് ഒക്കെ കുറെ പേരുണ്ടായിരുന്നോ? എനിക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. അമ്മാമ്മക്ക് പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് അവിടെ എങ്ങനെയായിരുന്നു? പണിക്കൊക്കെ പോയിരുന്നോ? അവിടെ കൊയ്യാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എനിക്കവിടെ പശു ഉണ്ടായി, ആടുണ്ടായി, കോഴി ഉണ്ടായി, അങ്ങനെ ഇഷ്ടംപോലെ പണികൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടില്? അമ്മയുണ്ടായി, ഭർത്താവ് ഉണ്ടായി, 2 നാത്തൂന്മാരുണ്ടായി. അവിടെ സന്തോഷം തന്നെയായിരുന്നോ? അവിടെയും സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ പണ്ട് കുഞ്ഞിലെ ഇങ്ങനെ കളിയും ഒക്കെ സംഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കളിയും ചെറിയ തമാശകളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു, എവിടെയും ഉണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മക്ക് എത്ര മക്കള്? എനിക്ക് 2 മക്കളുണ്ട്. മൂത്തത് ആണും, രണ്ടാമത്തെ ഇളയതാണ് സജിത. പിന്നെ അമ്മൂമ്മക്ക് പറയുമ്പോ ഈ ജീവിതത്തില് സന്തോഷിച്ചാണ് ജീവിച്ചത്, കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നോ? വലിയ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടായില്ല, എന്നാലും തിരിച്ചൊക്കെ സഹിച്ച് നടന്നായിരുന്നു, അല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഭർത്താവിന് ചെത്തായിരുന്നു ജോലി. ഇപ്പൊ സന്തോഷത്തിലാണോ? ഇപ്പൊ സന്തോഷത്തല്ലേ, ഇപ്പൊ ഞാൻ മോളുടെ വീട്ടിലാണ്, ഇപ്പൊ സന്തോഷാണ്. അച്ചീച്ചൻ എപ്പോഴാണ് മരിച്ചത്? അച്ചാച്ചൻ മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു. അപ്പോ എൻ്റെ അമ്മൂമ്മയുടെ ജീവിതത്തിലുള്ള കുറച്ച് അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് എൻ്റെ അമ്മൂമ്മയുടെ ജീവിതം. കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും സന്തോഷമായിരുന്നു, സ്നേഹമായിരുന്നു. നന്ദി.